അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. اللهم صل على حبيبك سيدنا محمد وعلى آله وصحبه وبارك وسلم أجمعين. خصوصا إلى الفاتحة. Panggil tunggu doa Quran Datul Haji Taufik Sirat. നമ്മൾ ഈ കണ്ട വീഡിയോ ഹജ്ജ് തീർത്ഥാടകയായ ഒരു ഇന്തോനേഷ്യൻ സ്ത്രീ വിമാനത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോയതാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ആ വിമാനം പറക്കുന്നത്. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല ആ സ്ത്രീയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാണ്. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങാൻ. എൻ്റെ പ്രിയമുള്ളവരെ, മരണം അങ്ങനെയാണ്. നമ്മളാരും ദുനിയാവിൽ എന്നെന്നും നിലനിൽക്കുന്നവരല്ല. ദുനിയാവിൽ സുഖങ്ങളോ സൗകര്യങ്ങളോ എന്നും നിലനിൽക്കുന്നതല്ല. അതുപോലെ തന്നെയാണ് വിഷമങ്ങളും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഇന്ന് കണ്ട ഒരാളെ നാളെ കാണണമെന്നില്ല. ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥ, ദുനിയാവിൻ്റെ അവസ്ഥ. എന്നെന്നും നിലനിൽക്കുന്ന ജീവിതമുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പരലോകത്ത് മാത്രമാണ്. ആ പരലോകത്ത് നമുക്ക് മരണമില്ല. എന്നും സ്വർഗത്തിലുള്ളവർക്ക് സുഖമാണ്. അദാബുകളെ തേടി വരുന്ന നരകവാസികൾ അതെന്നും അങ്ങനെ തന്നെയാണ്. അവരെ ശിക്ഷ കഴിഞ്ഞാൽ മുത്തുനബിയുടെ ഉമ്മത്തീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് വിടുന്നുമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഏത് സമയത്തും മരണപ്പെടുമെന്ന്. ജീവിതത്തിൽ മരണത്തെ ഓർത്തുകൊണ്ടുള്ള ജീവിതമാകണം നമ്മുടേത്. നമ്മളെപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെയുണ്ട്, എൻ്റെ റബ്ബ് എപ്പോഴും എന്നോട് അടുത്തിട്ടുണ്ട്, ആ മരണവും എന്നോട് അടുത്തിട്ടുണ്ട്, ഞാൻ കാണുന്നത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നൊരു ചിന്ത എനിക്കും നിങ്ങൾക്കും എപ്പോഴും വേണം. ജീവിതത്തിൽ നന്മ കിട്ടാനും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തന്നെയാണ് പഠിപ്പിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു സ്വഹാബി ഒരിക്കൽ കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇബാദത്തുകൾക്ക് ശ്രദ്ധ ലഭിക്കാൻ, ഒരുപാട് നന്മകളിലേക്ക് ഒരു ശ്രദ്ധ ലഭിക്കാൻ, ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും കൂടെ ഞങ്ങളുടെ ഖൽബിനകത്തൊരു ഈമാൻ വരാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പഠിപ്പിച്ചു കൊടുത്തത് തന്നെ ഇതാണ്: നിങ്ങൾ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം. ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ മരിക്കുമെന്നും, ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ജോലി ചെയ്യാൻ വേണ്ടി ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, ഞാൻ മരിക്കുമെന്ന്, ഈ നന്മ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ എനിക്ക് ആയുസില്ല, ആ ഒരു ചിന്തയോട് കൂടെ വേണം നമ്മൾ ഏത് സമയത്തും നിലകൊള്ളാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിസ്കാരത്തിൽ ഒരു നന്മ ലഭിക്കാത്ത, ഖുശൂ ലഭിക്കാത്തൊരു വ്യക്തി, അവൻ ചിന്തിക്കട്ടെ, അവൻ്റെ ഹൃദയത്തിനകത്ത് പടച്ച റബ്ബേ, ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ മരണപ്പെടാം എന്ന് ആ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ എൻ്റെ ബേക്കറി ഇതിൻ്റെ നിസ്കാരം കഴിഞ്ഞാൽ അസ്രായിൽ എന്നെ കാത്തു നിൽക്കാൻ എന്നുള്ളൊരു ചിന്ത മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ മനുഷ്യന് അള്ളാഹു തആല നിസ്കാരത്തിൽ എത്ര ഖുശൂ കൊടുക്കുന്നുണ്ടെന്നറിയോ? നല്ല ഭയഭക്തി ആ മനുഷ്യൻ്റെ മനസ്സിനകത്ത് ലഭിക്കും. ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയമുള്ളവരെ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും മരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഒന്നാലോചിച്ച് നോക്കൂ, മറ്റുള്ളവനെ അപഹരിച്ച്, മറ്റുള്ളവനെ ചീത്ത പറഞ്ഞ്, മറ്റുള്ളവരുടെ സ്വത്തുകൾ കട്ടെടുത്തിട്ട് ഇന്ന് നമ്മൾ ജീവിക്കാൻ. നമുക്ക് കടം ഒരു പ്രശ്നമല്ല. നമുക്ക് മുമ്പിലൂടെ കടന്നു വന്നിട്ട് നമുക്ക് കടം തന്ന പല ആളുകളും ചോദിക്കുകയാണ്, എടാ എൻ്റെ കടന്നു കൊണ്ട, എൻ്റെ പൈസ ഒന്ന് കൊണ്ട, ഞാൻ പ്രയാസത്തിലാണ്. ചില ആളുകൾക്ക് അത് മൈൻഡ് ചെയ്യാതെ, എത്രയോ സ്വത്തുക്കളും മുതലുണ്ടായിട്ട് പോലും അതൊന്നും വീട്ടിൽ കൊടുക്കാതെ, അല്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് സ്വത്ത് കൊടുക്കാതെ അവരുടെ സ്വത്തൊക്കെ പിടിച്ചു വെച്ചിട്ട് നടക്കുന്ന എത്ര ആളുകളുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇതുപോലെ എല്ലാവരുടെ മുമ്പിലേക്കും മരണം കടന്നു വരും. മരിക്കുമെന്ന് ഓർക്കണം. ഇന്തോനേഷ്യയിൽ നിന്നും ഈ വിമാനം പുറപ്പെട്ടപ്പോൾ ആ ഉമ്മക്കറിയില്ല ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ മരിച്ചു പോകുമെന്ന്. എൻ്റെ മക്കളിലേക്ക് തന്നെ, എൻ്റെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന ഒരൊറ്റ ഉറപ്പോട് കൂടിയിട്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ ആ പ്രിയപ്പെട്ട ഉമ്മ ആ ഒരു വിമാനത്തിലേക്ക് കയറുന്നത്, ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത്. നമുക്കറിയാം, ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ, ഹജ്ജിന് വേണ്ടിയിട്ട് ഒരാൾ നന്മയിലേക്ക് എത്തപ്പെട്ടാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊരു നന്മ ഉദ്ദേശിച്ച് അതിലേക്ക് പുറപ്പെട്ടവനാണ്. അതിൻ്റെ പ്രതിഫലം അള്ളാഹു തആല കൊടുക്കും. റബ്ബ് കൊടുക്കട്ടെ. ഔമ്മാക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. സ്വർഗ്ഗം അള്ളാഹു തആല തുറന്നു കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, എന്നിരുന്നാലും നമ്മൾ എത്ര അഹങ്കരിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. 30,000-ഓളം അടി മുകളിലൂടെ പറന്നാലും മരിക്കേണ്ട സമയം വരുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ടുപോകും. ഇരുമ്പ് കോട്ടയ്ക്കുള്ളിലും നിങ്ങളെ മരണം തേടിയെത്തുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ചെരുപ്പിൻ്റെ വാരടി പോലെ അതുപോലെ നിന്നോട് അടുത്തിട്ടുണ്ട് മരണമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മരണത്തെ മറക്കരുത്. മരണം കൂടെയുണ്ട്. ഏത് സമയത്തും മരിക്കും എന്ന ചിന്ത എനിക്കും ഉണ്ടാകണം, നിങ്ങൾക്കും ഉണ്ടാകണം. അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്തും.
ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്തും. മരിക്കും എന്നുള്ള ചിന്ത നമുക്കൊന്നുണ്ടായി നോക്കൂ. ഇന്ന് നമ്മളൊക്കെ പല മയ്യത്തുകളും കാണുന്നവരാണ്, മരണ വീടുകളിൽ പോകുന്നവരാണ്, ആ മയ്യത്തിനെ പോയിട്ട് കാണുന്നവരാണ്. അപ്പം നമുക്കൊരു ഭയം ഉണ്ടാകും, പടച്ച റബ്ബേ എന്താണ് എൻ്റെ അവസ്ഥ, ഇത് ഞാനും മരിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ഈ സമൂഹത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമ്മൾ മറക്കുകയാണ്. നമ്മൾ പഴയ പോലെ തന്നെ നമ്മളെ കൽബ് മോശമാകുകയാണ്. വേണ്ടാത്ത ചിന്തകളിലും വേണ്ടാത്ത കൂട്ടുകെട്ടിലും പ്രവർത്തനങ്ങളിലും നമ്മൾ സജ്ജരായിട്ട് മാറുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പ്രിയപ്പെട്ട ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവേ, വളരെയധികം സന്തോഷത്തോടു കൂടി ഹജ്ജിൻ്റെ യാത്രകളൊക്കെ തീരുമാനിച്ചുകൊണ്ട് ആ ഉമ്മ ഇറങ്ങാൻ വീട്ടിൽ നിന്ന്. എന്നിരുന്നാലും സൗദി ഗവൺമെൻറ് അവിടെ നിന്ന് അറിയിച്ചിട്ടുണ്ട് അത്രേ, ജന്നത്തുൽ ബഖയിൽ ആ ഉമ്മയെ മറമാടുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു. പടച്ച റബ്ബേ, എത്ര വലിയ ഒരു സന്തോഷ നിമിഷമാണ് അല്ലേ. ആ ഉമ്മാൻ്റെ ഖബർ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു തആല സമാധാനം കൊടുക്കട്ടെ. വളരെ സന്തോഷത്തോടു കൂടി ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ വിമാനത്തിലേക്ക് ഇറങ്ങി വന്നു. അള്ളാഹുവേ, പടച്ചോനെ ആലോചിച്ചൊക്കെ നിങ്ങൾ. ആ ഉമ്മ മരണപ്പെടാൻ മരിച്ചിട്ടോ അവിടുന്ന് ആ പുതപ്പിലിങ്ങനെ പൊതിച്ചിട്ട് അവിടെ ഇങ്ങനെ കിടത്തിയിട്ടത് കാണുമ്പോൾ റബ്ബേ, എന്തൊരു പേടിയല്ലേ, എന്തൊരവസ്ഥയാണ്. അള്ളാഹു തആല നമ്മുടെയൊക്കെ മയ്യത്ത് അള്ളാഹു തആല സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മയ്യത്താക്കി തരട്ടെ. നാമീം പറയും, അള്ളാഹു തആല അങ്ങനത്തെ മയ്യത്താക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ നല്ല മയ്യത്തിന് വേണ്ടി, നമ്മുടെ മയ്യത്ത് നല്ലതാവാൻ, നല്ല പുഞ്ചിരിക്കുന്ന റൂഹാവാൻ, പുഞ്ചിരിക്കുന്ന മയ്യത്താകാൻ നമ്മളെപ്പോഴും ദുആ ചെയ്യണം. നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ മരിക്കാൻ നമ്മളെപ്പോഴും ദുആ ചെയ്യണം. എത്രയോ ആളുകളുണ്ട് ഹറാമിൻ്റെ പേക്കൂത്തുകളിലൂടെ നടക്കുമ്പോൾ, ഹറാമ് കാണുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ പടച്ച റബ്ബേ അസ്രാഈൽ വന്ന് കൊണ്ടുപോകുന്ന അവസ്ഥ. അവനിക്കൊക്കെ സ്വർഗ്ഗമുണ്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? കാരണം ഹറാമിൻ്റെ മേഖലയിലാണ് അവൻ നിൽക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നന്മ ചെയ്യുമ്പോൾ നമ്മൾ മരിക്കണം. നമ്മൾ മരിച്ചിട്ട് നമ്മളിങ്ങനെ പുഞ്ചിരിച്ചിട്ട് കിടക്കണം. എല്ലാവരും പറയണം, പടച്ചോനെ അവൻ പോയല്ലോ, അതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ടെന്ന് എല്ലാവരും പറയാൻ കഴിയണം. അങ്ങനത്തെ മരണം നമുക്ക് കിട്ടണം. അല്ലാതെ അവൻ പോയതില്ല, അൽഹംദുലില്ലാ, സന്തോഷമായി, ഭാരം കുറഞ്ഞല്ലോ എന്ന് പറയുന്ന മരണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ചില ആളുകളുടെ ഈ അടുത്തൊക്കെ ചില ആളുകളുടെ മരണം കണ്ടപ്പോൾ, മരണ വാർത്തയുടെ വീഡിയോ കണ്ടപ്പോൾ, അതിൻ്റെ പോസ്റ്റുകൾ കണ്ടപ്പോൾ പല ആളുകളും അതിൻ്റെ താഴത്ത് കമൻ്റ് ഇട്ടതായിരുന്നു, നന്നായി എന്ന്. പോയത് നന്നായി, അവർക്ക് അത്ര ആളുകളുടെ ശാപമുണ്ടെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും എൻ്റെ പ്രിയമുള്ളവരെ കമൻ്റ് ഇട്ടത് കണ്ടു. എൻ്റെ പ്രിയമുള്ളവർ, അങ്ങനെ വരാനുള്ള കാരണമുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അള്ളാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എല്ലാവരും ദുനിയാവിൻ്റെ തൊലിക്ക് മുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ നമ്മളിങ്ങനെ പുറത്തേക്ക് വന്നു. നമ്മുടെ കൂടെ പിറപ്പുകളുണ്ട്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, വല്ലുപ്പയും വല്ലുമ്മയൊക്കെ ഉണ്ട്. നമ്മൾ ജനിച്ച കുഞ്ഞു പൈതലിങ്ങനെ വരുമ്പോൾ അവരെല്ലാവരും സന്തോഷിക്കാൻ, പടച്ച റബ്ബേ ഞങ്ങൾക്കൊരു കുട്ടിയെ കിട്ടിയല്ലോ, അവരിങ്ങനെ ചിരിക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ കയ്യും മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് നമ്മൾ കരയായിരുന്നു, അവർ ചിരിക്കായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇനി നമ്മൾ മരിക്കും. അന്നും ഈ പറയപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടാകും. ഉമ്മയും ബാപ്പയും കൂട്ടുകാരും കൂടെ പിറപ്പുകളും നമ്മുടെ സഹോദരിമാരൊക്കെ ഇങ്ങനെ നിൽക്കുക, നാട്ടുകാരെല്ലാവരും ഉണ്ട്. അവർ കരയണം നമ്മുടെ മരണത്തിൻ്റെ വാർത്തയോർത്ത്. പടച്ചവനെ, അമ്മ പോയല്ലോ, ഞങ്ങൾക്ക് തീരാ നഷ്ടമായല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ കരയണം. ആ സമയത്ത് അവർക്ക് മുമ്പിൽ നമുക്ക് പുഞ്ചിരിച്ചിട്ട് നിൽക്കാൻ കഴിയണം, ചിരിച്ചുകൊണ്ട് കിടക്കാൻ കഴിയണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബ് നമുക്കതിൻ്റെ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.